കള്ളൻ കപ്പലിൽ തന്നെ എന്ന് പറയുന്നത് പോലെയാണ് എറണാകുളം ജില്ലയിലെ ചില പോലീസുകാരുടെ കാര്യം. കൈക്കൂലി കേസിൽ ഉൾപ്പെടെ വ്യത്യസ്ത കേസുകളിൽപ്പെട്ട 6 പോലീസുകാരെയാണ് 3 ദിവസത്തിനിടെ സസ്പെൻഡ് ചെയ്തത്. ജനങ്ങളുടെ സ്വത്തിനും ജീവനും സംരക്ഷണം നൽകേണ്ട പോലീസുകാർ തന്നെ നിയമവിരുദ്ധ പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുമ്പോൾ ജനങ്ങൾ ആരെയാണ് വിശ്വസിക്കേണ്ടത്? റിപ്പോർട്ടാണ്. രാജ്യത്തെ ഏറ്റവും മികച്ച പോലീസ് സേനയെന്ന നേട്ടം എത്രയോ തവണ നേടിയ ടീമാണ് കേരള പോലീസ്. കേരള പോലീസ് ഒന്ന് നെഞ്ചുവിരിച്ചു നിന്നാൽ ഒരു കുറ്റവാളി പോലും രക്ഷപ്പെടില്ല എന്ന് പറയുന്നത് കേവലം സിനിമാ ഡയലോഗ് മാത്രമല്ല. പക്ഷേ കഴിഞ്ഞ കുറച്ച് നാളുകളായി ചില ഉദ്യോഗസ്ഥരുടെ കൊള്ളരുതായ്മ കൊണ്ട് കേരള പോലീസ് വിവാദങ്ങളിൽ ആടിയുലയുകയാണ്. വെറും 2 ദിവസം കൊണ്ട് എറണാകുളം ജില്ലയിൽ നടപടി നേരിട്ടത് 6 പോലീസുകാർ. ടെസ്റ്റ് നമ്പർ 1 പള്ളുരുത്തി പോലീസ് സ്റ്റേഷനിലെ CPO വിജീഷ്. കേസ് സ്ത്രീത്വത്തെ അപമാനിക്കൽ. പാസ്പോർട്ട് വെരിഫിക്കേഷന് വേണ്ടി വിളിച്ചു വരുത്തിയ യുവതിയെ കടന്നുപിടിച്ചതിനാണ് പള്ളുരുത്തി സ്റ്റേഷനിലെ CPO വിജീഷിനെ കൊച്ചി DCP സസ്പെൻഡ് ചെയ്തത്. ടെസ്റ്റ് നമ്പർ 2 കാലടി സ്റ്റേഷനിലെ സുബീർ. സംസ്ഥാനത്ത് മുഖ്യമന്ത്രിയടക്കം ലഹരിക്കെതിരെ കനത്ത പോരാട്ടം നടത്തണമെന്ന് ആവർത്തിക്കുമ്പോൾ സുബീർ ലഹരി മാഫിയയുടെ സംരക്ഷകനായി മാറി. പെരുമ്പാവൂരിലെ 66 ഗ്രാം ഹെറോയിൻ കേസിൽ പ്രതിയെ സഹായിച്ചതിനാണ് സസ്പെൻഡ് ചെയ്തത്. ഇനിയാണ് കഴിഞ്ഞ ദിവസം കേരളം ഞെട്ടിയ പോലീസിന്റെ ഗ്രൂപ്പ് പെർഫോമൻസ്. കാഴ്ചവെച്ചത് കുറുപ്പുംപടി പോലീസ് സ്റ്റേഷനിലെ 4 ഉദ്യോഗസ്ഥർ. ഗുജറാത്തിൽ രജിസ്റ്റർ ചെയ്ത ഓൺലൈൻ തട്ടിപ്പ് കേസ് ഒതുക്കി തീർക്കാമെന്ന് പറഞ്ഞ പെരുമ്പാവൂർ സ്വദേശികളായ 2 പേരിൽ നിന്ന് വാങ്ങിയത് 6,60,000 രൂപ. വിജിലൻസ് പരിശോധനയ്ക്ക് പിന്നാലെ ഗ്രേഡ് SI അബ്ദുൾ റൌഫ്, CPOമാരായ സക്കീർ, ഷഫീഖ്, സഞ്ജു എന്നിവരെ റൂറൽ SP സസ്പെൻഡ് ചെയ്തു. ഇപ്പോൾ പോലീസ് തന്നെ നമ്മൾ ജനങ്ങൾക്ക് എന്തിനും പ്രശ്നങ്ങൾ വരുമ്പോൾ നമ്മൾ പോലീസിന്റെ അടുത്തല്ലേ ആദ്യം ചെല്ലുന്നത്. പോലീസ് തന്നെ പ്രശ്നക്കാരായിക്കൊണ്ടിരിക്കുന്നതാണ് ഇപ്പോൾ. അപ്പോൾ നമ്മൾ ജനങ്ങളെല്ലാവരും ഭയഭീതിയിലാണ്. എന്ന് വെച്ചാൽ പോലീസുകാരെ നിയമം ഈ സിസ്റ്റം ഇവിടെ നടക്കുന്നില്ല. പോലീസ് കള്ളന്മാരായി മാറിയിരിക്കുകയാണ്. ജനങ്ങൾക്ക് ഉപദ്രവമാണ്. അപ്പൊ അത് സർക്കാർ അത് നന്നായി ഇടപെടണം. എന്ത് കേസ് വന്നാലും അത് പൈസ മുടക്കി ഒതുക്കി തീർക്കാനുള്ള പരിപാടിയാണ് പോലീസുകാർ പണ്ടേതൊട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അത് ഇപ്പോഴത്തന്നെ ആവർത്തിക്കുന്നത്. ജനങ്ങളുടെ ജീവനും സ്വത്തിനും സംരക്ഷണം കൊടുക്കേണ്ട പോലീസിനും അധികാരികളുടെ അവകാശമാണ്, ഇല്ലേ? ജനങ്ങളുടെ അവകാശമാണ്. അത് അവർ കറക്റ്റായിട്ട് ചെയ്യാത്തതുകൊണ്ടാണ് ഈ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവുന്നത്. ഏത് മേഖല എടുത്തു നോക്കിയാലും ഈ ചില പുഴുക്കുത്തുകൾ എല്ലായിടത്തും കാണാം. ആ പുഴുക്കുത്തുകളെ ചൂണ്ടിക്കാണിച്ച് അത് പർവ്വതീകരിച്ച് സംസ്ഥാനത്തെ ഒട്ടാകെയുള്ള പോലീസ് സംവിധാനത്തെ ആകെ മോശപ്പെടുത്തി ഈ പോലീസ് സംവിധാനം ആകെ മോശമാണെന്ന് വരുത്തി തീർത്ത് അത് വലിയ രീതിയിൽ പ്രചരിപ്പിക്കുന്നുണ്ട്. ഏതെങ്കിലും ഒരു പോലീസുകാരൻ ചെയ്യുന്നത് പർവ്വതീകരിക്കുന്നത് അത് പോലീസ് സംവിധാനത്തിനോട് ചെയ്യുന്ന ശരിയായ രീതിയല്ല, അത് ജനങ്ങളോട് ചെയ്യുന്ന ശരിയായ രീതിയല്ല. ഇവിടെ ക്രമസമാധാന പരിപാലനം ഉറപ്പാക്കുന്ന ഒരു സംവിധാനമാണ് പോലീസ്. ഗർഭിണിയെ മുഖത്തടിച്ചതും MDMA അളവ് കുറച്ച് കോടതിയിൽ കാണിച്ചതും മണൽ മാഫിയക്ക് കുടപിടിക്കുന്നതും കൊച്ചിയിൽ നിന്നുള്ള മറ്റ് ഇല്ലീഗൽ പോലീസ് കഥകൾ. ഓപ്പറേഷൻ ക്ലീൻ പോലുള്ള പദ്ധതികൾ ആദ്യം സേനക്കുള്ളിൽ നടപ്പാക്കണമെന്നാണ് പൊതു അഭിപ്രായം. പോലീസ് ഉദ്യോഗസ്ഥരുടെ അമിത ജോലിഭാരം, മേലുദ്യോഗസ്ഥരുടെ സമ്മർദ്ദം, ഇതെല്ലാം സമ്മതിക്കുന്നു. ചില പോലീസ് ഉദ്യോഗസ്ഥർ ചെയ്യുന്ന തെറ്റുകൊണ്ട് സേനയൊന്നാകെ മോശമാണെന്ന അഭിപ്രായവുമില്ല. പക്ഷേ തിരുത്താനുള്ളത് തിരുത്തി തന്നെ പോണം. കൊച്ചിയിൽ നിന്ന് വിഷ്ണു സുരേഷ്, 24. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.